നമസ്കാരമുണ്ട്. ഇന്ന് നമ്മുടെ പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ളത് ഒരു സങ്കടകരമായ വാർത്തയാണ്. അത് വയനാട്ടിൽ നിന്നുള്ള ഒരു കണ്ണീർ കാഴ്ചയുടെ കഥയാണ്. അതാണ് ഇപ്പം നമ്മൾ കണ്ടത്. നമ്മുടെ തുരങ്കപാത നിർമ്മാണം ഉണ്ടല്ലോ വയനാട്ടിലെ, വലിയ വികസന കുതിപ്പിലേക്ക് വയനാട്ടിൽ നിന്ന് നയിക്കുമെന്ന് കുട്ടിഘോഷിക്കപ്പെട്ട് ഉദ്ഘാടനം ചെയ്യപ്പെട്ട, കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന മാസങ്ങളിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ആ തുരങ്കപാത നിർമ്മാണത്തിൻ്റെ കവാട ഭാഗത്തുണ്ടായ ഒരു വലിയ മണ്ണിടിച്ചിലിൽ ഇതിനോടകം 3 ജീവനുകൾ പൊലിഞ്ഞു. ഏതാനും പേർ ആശുപത്രികളിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. 1-2 പേരുടെ നില ഗുരുതരമാണെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. നമുക്കിവിടെ പറയാനുള്ളത്, വയനാട്ടിൽ ഈ അടിക്കടി അല്ലെങ്കിൽ തുടരെ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ഓരോ മഴക്കാലത്തും ഉണ്ടാകുന്ന ഈ ദുരന്തങ്ങളെപ്പറ്റി സീരിയസ് ആയിട്ടൊരു പഠനം നടക്കാത്തതെന്ത്? അപ്പോൾ എല്ലാ വികസനങ്ങളും ഒരു നാട്ടിലേക്ക് വരേണ്ടത് ആവശ്യമാണെന്ന് പറയുമ്പോഴും അതിനു വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസോ അല്ലെങ്കിൽ അതിൻ്റേതായ ശാസ്ത്രീയ പഠനങ്ങളോ ഒന്നും നടക്കാതെയാണോ ഇത്തരം പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നത്? അതല്ലെങ്കിൽ എന്താണ് കാരണം എന്നുകൂടെ നമുക്കറിയണ്ടേ. ഇപ്പോൾ കഴിഞ്ഞ സർക്കാർ മാറി ഈ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് 2 മാസമാകാൻ പോകുന്നു. അല്ലെങ്കിൽ കഴിഞ്ഞ സർക്കാരിൻ്റെ യഥാർത്ഥ പ്രവർത്തനം നിലച്ചിട്ട് തന്നെ ഇലക്ഷൻ പ്രഖ്യാപിച്ചതോടുകൂടെ ആ പ്രവർത്തനങ്ങൾ മന്ദീഭവിച്ചു എന്ന് നമുക്കറിയാം. പുതിയ സർക്കാരായിട്ട് ചാർജ് എടുത്തിട്ട് 1-2 മാസമോ ആയിട്ടുള്ളൂ. അപ്പോൾ അതിനിടയ്ക്ക് നടന്ന ഈ ഉദ്യോഗസ്ഥ തലത്തിൽ ഉണ്ടായ ഒരു മെല്ലെപ്പോക്ക് മൊത്തം കാര്യങ്ങളിൽ ഈ സർക്കാരിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ റിഫ്ലക്റ്റ് ചെയ്തു തുടങ്ങിയിട്ടുണ്ടെന്നും അതിൻ്റെയൊക്കെ അനന്തരഫലങ്ങളാണ് ഇപ്പോൾ ഇവിടെ കാണുന്ന പലതുമെന്നും നമുക്ക് വേണമെങ്കിൽ അത് കുറ്റപ്പെടുത്താം, അല്ലെങ്കിൽ ആശ്വസിക്കാം. പക്ഷെ അങ്ങനെ പറഞ്ഞിരുന്ന് ഈ പുതിയ സർക്കാരിന് കൈ കഴുകാൻ പറ്റില്ലല്ലോ. ഇപ്പം നമുക്കറിയാം, അവിടുത്തെ മന്ത്രിയായ ടി സിദ്ദിഖ് ഇപ്പോൾ ഇതിനെപ്പറ്റി പറഞ്ഞത് എന്താണെന്നും കൂടെ നമുക്ക് കേട്ടാൽ കുറേ കൂടെ ഒരു വ്യക്തത ഈ കാര്യത്തിൽ വരും. തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അശാസ്ത്രീയമായി മണ്ണ് കൂട്ടിയിട്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടുള്ള ഒരു വലിയ ദുരന്തം ഇന്ന് കള്ളാടിയിൽ, മേപ്പാടി പഞ്ചായത്തിൽ കള്ളാടിയിൽ നമ്മളെയൊക്കെ വളരെയധികം വിഷമിപ്പിക്കുന്നതായ ഒരു സാഹചര്യം ഉടലെടുത്തിരിക്കുകയാണ്. അശാസ്ത്രീയമായ രീതിയിലാണ് ഈ മണ്ണ് തുടക്കത്തിൽ തന്നെ, ഇത്ര നേരത്തെ ഒരു നല്ല രീതിയിലുള്ള മഴ വയനാട്ടിൽ പെയ്തതാണ്. അതിനുശേഷം ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ ചെറിയ രീതിയിലുള്ള ഈ മഴയിൽ ഇങ്ങനെ അപകടം സംഭവിക്കും എന്നുള്ളതിൻ്റെ സൂചന വളരെ കൃത്യമായി മീറ്റിങ്ങിലും അല്ലാതെയും കൊങ്കൺ അധികൃതരുടെ മീറ്റിങ്ങിൽ ഉൾപ്പെടെ നൽകിയിരുന്നതാണ്. പക്ഷേ അതിൽ വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതിലുള്ള പാളിച്ചയുണ്ടായിട്ടുണ്ട്. അത് സർക്കാർ ഗൗരവത്തോടു കൂടി കാണുന്നു. അതിൽ പരിശോധന ഉണ്ടാകും. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്നുള്ളതും അതിൽ നിർദ്ദേശമനുസരിച്ച് മുന്നോട്ട് പോകാതിരുന്ന സാഹചര്യവും ഗൗരവമുള്ളതാണ്. സിദ്ദിഖ് മിനിസ്റ്റർ പറഞ്ഞ പോലെ ഇത് ഗൗരവമുള്ളതാണ്. പക്ഷേ മിനിസ്റ്റർ ഇത് ആരോടാണ് പറയുന്നത്? ജനങ്ങളോടാണോ പറയുന്നത്? ജനങ്ങളാണോ ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത്? ഉത്തരവാദിത്തമുള്ള മന്ത്രിമാരും ഇവരെല്ലാം മീറ്റിംഗ് വിളിച്ചിട്ടും പറഞ്ഞാൽ കേൾക്കാത്ത ഒരു ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ കോൺട്രാക്ടറോ ഉണ്ടെങ്കിൽ അതിൽ ഇടപെടുകയും അതെല്ലാം സമയാസമയങ്ങളിൽ അത് ഉറപ്പുവരുത്തുകയും വേണ്ടേ? ഇതിനു മുമ്പ് വയനാട്ടുകാരനുഭവിച്ച ദുരന്തം നേരെ മുന്നിലുണ്ട്. അപ്പുറത്ത് 2 വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ചൂരൽമല ദുരന്തം നമ്മൾ മറന്നു തുടങ്ങിയിട്ടില്ല. അവിടുത്തെ ടൗൺഷിപ്പ് നിർമ്മാണമുണ്ട്. അതുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നമ്മൾ എത്ര കാലം മുൻ സർക്കാരിനെ കുറ്റം പറഞ്ഞിട്ടോ അവരുടെ കാലത്ത് നടന്നതാണെന്ന് പറഞ്ഞിട്ടോ ഇതൊക്കെ നടക്കാൻ പറ്റും? അവരുടെ ഭരണം ഏതാണ്ട് നിലച്ചിട്ട് ഒരു 5 മാസമായി. അതിനുശേഷം അധികാരത്തിൽ വന്നിട്ടുള്ള ഈ സർക്കാർ ഇപ്പോൾ അധികാരം ഏറ്റെടുത്തിട്ട് 2 മാസമായില്ലേ? ഇനി എന്താണ് വേണ്ടത് എന്നുള്ളത് പുതിയ സർക്കാരാണ് തീരുമാനിക്കേണ്ടത്. പറഞ്ഞിട്ടും കേട്ടില്ല, മീറ്റിംഗ് നടത്തിയിട്ടും കേട്ടില്ല എന്ന് പറഞ്ഞാൽ ജനങ്ങളെ ഇങ്ങനെ മരണത്തിന് വിട്ടുകൊടുക്കാൻ പറ്റുമോ എന്ന് സർക്കാരാണ് ആലോചിക്കേണ്ടത്. ഈ മന്ത്രി ആരോടാണ് പരിഭവം പറയുന്നത്? മുഖ്യമന്ത്രിയും അതേ വാചകങ്ങൾ പറഞ്ഞു എന്നാണ് നമ്മൾ കേട്ടത്. അതുകൊണ്ട് ഇത് മാത്രമല്ല, എല്ലാ കാര്യത്തിലും ഇപ്പോൾ PM ശ്രീ പദ്ധതിയുടെ കാര്യത്തിലായാലും അത് LDF സർക്കാർ ചെയ്തതാണ്, അതുകൊണ്ട് ഞങ്ങൾ തുടരുന്നു ഒരു വാദമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. അങ്ങനെ പല കാര്യങ്ങളിലും LDF സർക്കാർ തുടങ്ങി വെച്ചതുകൊണ്ട് ഞങ്ങൾക്കും തുടങ്ങേണ്ടി വരും, ഞങ്ങളും ഇത് ചെയ്യേണ്ടി വരും എന്ന് പറയാനല്ലല്ലോ ഒരു പുതിയ സർക്കാരിനെ അധികാരത്തിലേറ്റിയിരിക്കുന്നത്. അങ്ങനെ പരാതി പറയാനാണെങ്കിൽ അതേ സർക്കാർ തുടർന്നാൽ മതിയായിരുന്നല്ലോ. ഇപ്പം ഈ ഒരു ദുരന്തം അവിടെ നടക്കുമെന്നവർക്ക് മുൻകൂട്ടി അറിയാമായിരുന്നു. ഈ മൺകൂട്ടി ഇതൊക്കെ അവർക്ക് അറിയാമായിരുന്നു. ഈ കൂന വലിയ അപകടം ചെയ്യുമെന്ന് അറിയാമായിരുന്നു എന്ന് മന്ത്രി തന്നെ പറയുമ്പോൾ അതവിടെ നിന്ന് നീക്കം ചെയ്യപ്പെട്ടുവോ മഴയ്ക്ക് മുമ്പ് എന്ന് പരിശോധിക്കേണ്ടത് സർക്കാരായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. മിനിസ്റ്റർ ആ കാര്യത്തിൽ എന്തെങ്കിലും പാളിച്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അത് സർക്കാരിന് കൂടിയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇനി നമുക്ക് മുഖ്യമന്ത്രിക്കും ഇതേ വാദങ്ങളാണോ എന്നറിയാനും കൂടെ നമുക്ക് പ്രേക്ഷകർക്ക് ഒരു കൗതുകമുണ്ടാവും. അതും കൂടെ കേട്ടു നോക്കാം. ഈ മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്നതാണ് പ്രശ്നം. മഴ പെയ്താൽ അത് അപകടത്തിലാകും.
അത് അപകടത്തിലേക്ക് പോകുമെന്നതും മൺസൂണല്ലേ പോകുമെന്നും മുൻകൂട്ടി ജില്ലാ കളക്ടർ തന്നെ ഉത്തരവായിട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഉത്തരവിന്റെ കോപ്പി എന്റെ കയ്യിലുണ്ട്. 20-ാം തീയതി തന്നെ ഇറക്കിയതാണ്. പിന്നീട് PWD മിനിസ്റ്റർ പോയിട്ട് അവിടെ യോഗം ചേർന്നതാണ്. അവിടെ റവന്യൂ സെക്രട്ടറി കൂടി പങ്കെടുത്ത യോഗമെല്ലാം നടന്നതാണ്. ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയിൽ നിന്നും അവർ ചെയ്യാൻ കഴിയുന്ന എല്ലാം ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരത് അനുസരിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. നോക്കൂ, നമ്മുടെ മുഖ്യമന്ത്രി സതീശൻ സാറിനും ടി സിദ്ദിഖ് മിനിസ്റ്ററുടെ അതേ വാദമാണുള്ളത്. ആ മൺകൂനയാണ് അത്രേ പ്രശ്നമുണ്ടാക്കിയത്. മൺസൂണാണ് വരാൻ പോകുന്നതെന്നും അങ്ങനെ വലിയ തോതിൽ കുന്നുപോലെ അവിടെ മണ്ണ് കൂട്ടിയിട്ടാൽ അത് ഈ മൺസൂൺ കാലത്ത് വലിയ പ്രശ്നമുണ്ടാക്കുമെന്ന് നേരത്തെ സർക്കാരിന് അറിയാമായിരുന്നു. അതനുസരിച്ചിട്ട് PWD മിനിസ്റ്ററെയൊക്കെ വെച്ചിട്ട്, PWD ആണോ അതിൻ്റെ ചാർജ് എന്ന് നമുക്കറിയില്ല, എന്നാലും ആ മിനിസ്റ്ററെയൊക്കെ വെച്ചിട്ട് മീറ്റിംഗ് വിളിച്ചു കൂട്ടി എന്ന് പറയുന്നു. ഈ കോൺട്രാക്ടർമാരായിട്ട് കൊങ്കൺ റെയിൽവേയുമായിട്ട് സംസാരിച്ച ഉദ്യോഗസ്ഥരോട് ആ മണ്ണ് നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടു എന്ന് പറയുന്നു. പക്ഷെ അതൊന്നും ഈ സർക്കാർ പറഞ്ഞത് അവരാരും കേട്ടില്ല എന്ന് വേണം പറയാൻ. അത് നീക്കിയോ എന്ന് അവിടെ നിന്ന് ഉറപ്പ് വരുത്തേണ്ടത് ഈ സർക്കാരാണല്ലോ. അതാരെ ഇനി നമ്മൾ പറയുക? ഈ കഴിഞ്ഞ സർക്കാരിനെ പറയാൻ പറ്റുമോ? 5 മാസം മുമ്പ് തന്നെ ഏറെക്കുറെ ആ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഏറെക്കുറെ മന്ദീഭവിച്ചു കാണും. ഇലക്ഷൻ പ്രഖ്യാപിച്ചാൽ സ്വാഭാവികമായിട്ടും എല്ലാ സർക്കാരുകളും അതിൻ്റെ പ്രവർത്തനങ്ങൾ, കാരണം അതിൻ്റെ ഒരു ഇലക്ഷൻ പ്രോട്ടോക്കോളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതനുസരിച്ചിട്ട് അവർക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല. അതോടുകൂടി അവരുടെ പ്രവർത്തനം മന്ദീഭവിച്ചു കാണും. അതേ സർക്കാർ തന്നെയാണ് വരുന്നെങ്കിൽ ഒരു പക്ഷേ വീണ്ടും പഴയപടി അത് പോയിക്കൊണ്ടിരിക്കും. പക്ഷേ ഇതൊരു പുതിയ മുന്നണിയും സർക്കാരും ഒക്കെ വന്നു കഴിഞ്ഞു. പക്ഷെ അവർക്ക് ഈ വക കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ നേരം കിട്ടിയില്ല എന്ന് മാത്രമല്ല, അവരിപ്പോഴും പഴയ സർക്കാരിൻ്റെ കാലത്തെ ചില കുറ്റങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നാൽ ഈ വക ദുരന്തങ്ങൾ വന്ന് കരഞ്ഞിട്ട് നമുക്ക് കാര്യമില്ലല്ലോ. വയനാട്ടിലെ തുരങ്ക നിർമ്മാണം വയനാടിൻ്റെ വികസന കുതിപ്പിന് അത്യാവശ്യമാണെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷെ അത് നിർമ്മിക്കുമ്പോൾ അതിൻ്റെ നിർമ്മാണ ഘട്ടത്തിൽ എന്തെല്ലാം പ്രിക്കോഷൻസ് എടുക്കണോ അതെല്ലാം എടുത്തിട്ടുണ്ടെന്ന് എൻഷുർ ചെയ്യുക എന്നുള്ളതും കൂടെ സർക്കാരിൻ്റെ കടമയായിരുന്നു. അപ്പം നിലവിലുള്ള സർക്കാർ അത് കൃത്യമായി അത് പാലിക്കുന്നുണ്ടോ എന്ന് അറിയണം. ഒരു ഘട്ടത്തിൽ ആ നിർമ്മാണം ഈ മഴക്കാലത്തിന് മുമ്പ് നിർത്തിവെക്കാൻ പറഞ്ഞിരുന്നു അത്രേ. അപ്പോൾ കുറച്ച് ദിവസം നിർത്തിവെച്ചിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ അത് പുനരാരംഭിച്ചത് ഈ സർക്കാർ അറിഞ്ഞില്ലേ? അങ്ങനെയാണെങ്കിൽ അതിനു മുമ്പ് ഈ മണ്ണ് നീക്കി എന്നുള്ള കാര്യം ഉറപ്പുവരുത്തേണ്ടതല്ലേ? ആരുടെ ഭാഗത്താണ് വീഴ്ച വരുത്തിയത്? ഇനി അന്വേഷണം നടത്തിയിട്ട് എന്താ കാര്യം? മരണപ്പെട്ടവർ മരണപ്പെട്ടു കേട്ടോ. അതിൽ വന്ന് പാവപ്പെട്ടവർ ഇതറിയില്ലല്ലോ ഈ ദുരന്തം എപ്പോഴാണ് ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ മനുഷ്യരെ കൊലയ്ക്ക് കൊടുക്കാതെ സർക്കാർ അതിൻ്റെ എല്ലാ നിയന്ത്രണങ്ങളും അല്ലെങ്കിൽ പരിശോധനകളും കൃത്യസമയത്ത് നടത്തുന്നു എന്ന് ഉറപ്പുവരുത്തുകയും കൂടെ ചെയ്താൽ മാത്രമേ ഒരു പ്രദേശത്തിൻ്റെ വികസനം നടക്കുകയുള്ളൂ. അവിടുത്തെ ഇങ്ങനെയുള്ള ദുരന്തങ്ങളെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ വിഷയത്തിലും സർക്കാർ അടിയന്തരമായി ഒരു അന്വേഷണം നടത്തി എന്താണ് സംഭവിച്ചത്, എവിടെയാണ് പാളിച്ച സംഭവിച്ചത് എന്ന് കണ്ടെത്താൻ കഴിയട്ടെ. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയമായി മറ്റൊരു എപ്പിസോഡ് കാണുന്നവരെ താങ്ക് യു.